ഏവർക്കും ജിഷ ലേണിംഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 7ാം ക്ലാസ്സിലെ ബേസിക് സയൻസ് ബഡ്ഡിംഗ് ആണ് നോക്കുന്നത്. ബഡ്ഡിംഗ് എന്ന് പറഞ്ഞാൽ മുകുളം മുട്ടിക്കലാണ്. ഓക്കെ, ഹൗ അബൌട്ട് ചൂസിങ് എ ബഡ് ഇൻസ്റ്റെഡ് ഓഫ് ദി സ്റ്റം? ഹാവൻറ്റ് യു സീൻ ദ റബ്ബർ സാപ്ലിംഗ് ഫോർ സെയിൽ ഇൻ നഴ്സറീസ്? ലുക്ക് അറ്റ് ദ അഡ്വർടൈസ്മെൻറ്റ് ഓഫ് സാപ്ലിംഗ് പ്രൊഡ്യൂസ്ഡ് ത്രൂ ബഡ്ഡിംഗ്. What are the advantages these over the rubber sapling of native origin? How are sapling produced through budding? എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണ് നാടൻ തൈകളെ അപേക്ഷിച്ച് നഴ്സറിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന റബ്ബർ തൈകൾക്ക്? ഹയർ പ്രൊഡക്ടിവിറ്റി, ക്വാളിറ്റി സാപ്ലിംഗ്, തിക്കർ ലാറ്റക്സ്. അവർ പരസ്യം നോക്കും. എന്താണ് ക്വാളിറ്റി സാപ്ലിംഗ് അറ്റ് റീസണബിൾ പ്രൈസ്, ഹയർ പ്രൊഡക്ടിവിറ്റി, തിക്കർ ലാറ്റക്സ്. ഇനി നമുക്ക് എന്താണ് ഹൗ ആർ സാപ്ലിംഗ് പ്രൊഡ്യൂസ്ഡ് ത്രൂ ബഡ്ഡിംഗ്? എങ്ങനെയാണ് റബ്ബർ തൈകളിൽ ബഡ്ഡിംഗ് നടത്തി നോക്കാം. ഹിയർ ദ ബഡ് ഓഫ് സുപ്പീരിയർ ക്വാളിറ്റി റബ്ബർ പ്ലാന്റ് ഈസ് സെലക്ടഡ് ആസ് എ സയൺ ഇൻസ്റ്റെഡ് ഓഫ് സ്റ്റംപ് ദിസ് ജോയിൻറ്റഡ് വിത്ത് സ്റ്റോക്ക്. ഓക്കെ, ഇനി അടുത്തത് എന്താണ് ബഡ്ഡിംഗ്? ബഡ്ഡിംഗ് ഈസ് ദ മെത്തേഡ് ഓഫ് പ്രൊഡ്യൂസിങ് സുപ്പീരിയർ ക്വാളിറ്റി പ്ലാന്റിംഗ് മെറ്റീരിയൽ ബൈ ജോയിനിങ് ദ ബഡ് സുപ്പീരിയർ ക്വാളിറ്റി പ്ലാന്റ് വിത്ത് അനദർ പ്ലാന്റ് ദാറ്റ് ഹാസ് റൂട്ട് ആൻഡ് ബിലോങ്ങിങ് ടു ദ സെയിം സ്പീഷ്യസ്. ഗുണമേന്മയുള്ളൊരു സസ്യത്തിൻ്റെ മുകുളം അതേ വിഭാഗത്തിൽപ്പെട്ട വേരോട് കൂടിയ മറ്റൊരു സസ്യത്തിൽ ഒട്ടിച്ചു ചേർത്ത് മികച്ച ഒരു ചെടി ഉണ്ടാക്കുന്ന രീതിയാണ് മുകുളം ഒട്ടിക്കൽ. ഓക്കെ, ഇനി വാട്ട് ആർ ദ പ്രോസസ് ഓഫ് ബഡ്ഡിംഗ്? എന്തൊക്കെ പ്രോസസ്സാണ്? ചിസൽ ഓഫ് എ ബഡ് അലോങ് വിത്ത് ദ ബാർക്ക് വിത്ത് ദ ബ്രാഞ്ച് ഓഫ് സുപ്പീരിയർ ക്വാളിറ്റി ജാക്ക് ഫ്രൂട്ട് ട്രീ. ദിസ് ഇസ് ദ സയൺ. നല്ല ഇനം പ്ലാവിൻ്റെ ശേഖരത്തിൽ നിന്ന് മുകുളം തൊലിയോടുകൂടി ചെത്തിയെടുക്കുക, അതാണ് സയൺ. പിന്നെ peel of bark from the area where the bud is to be inserted in the native jackfruit tree sapling rootstock which is grown in pot grow bag. ഇതാണ് ചട്ടിയിലോ ഗ്രോ ബാഗിലോ വളർത്തിയ ഒരു നാടൻ ഇനത്തിൽപ്പെട്ട പ്ലാവിൻ തൈയിൽ നിന്നും റൂട്ട് സ്റ്റോക്ക് മുകുളം ഒട്ടിക്കാനുള്ള സ്ഥലത്തെ പുറന്തൊലി ചെത്തിയെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അറ്റാച്ച് ദ സയൺ വിത്ത് ദ പോളിത്തീൻ ടാപ്പ് ടു ദ ഏരിയ ദ റൂട്ട് സ്റ്റോക്ക് ഫ്രം ദ വേർ ദ ബാർക്ക് വാസ് റിമൂവ്ഡ് കീപ്പിംഗ് ദ ബഡ് ഈസ് എക്സ്പോസ്ഡ്. എന്താണ് റൂട്ട് സ്റ്റോക്കിൽ തൊലി നീക്കിയ ഭാഗത്ത് സയൺ വെച്ച് മുകുളം പുറത്ത് കാണുന്ന വിധം പോളിത്തീൻ ടാപ്പ് കൊണ്ട് പൊതിഞ്ഞ് കെട്ടാനാണ് പറഞ്ഞിരിക്കുന്നത്. ആ പിക്ചർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി 4ാമത്തെ സ്റ്റേജ്, വെൻ ദ ബഡ് ഈസ് സ്റ്റാർട്ടഡ് ടു ഗ്രോ റിമൂവ് ദ അപ്പർ പോർഷൻ ഓഫ് ദി സ്റ്റോക്ക് ദ സാപ്ലിംഗ് ക്യാൻ ബി റീപ്ലാന്റഡ് ഇൻ ദ സോയിൽ വെൻ ദ ബഡ് ഈസ് ഗ്രോൺ. എന്താണ് മുകുളം നന്നായി വളരാൻ തുടങ്ങിയാൽ സ്റ്റോക്കിൻ്റെ മുകൾ ഭാഗം മുറിച്ച് മാറ്റാനാണ് പറഞ്ഞത്. എന്നിട്ട് നമുക്ക് റീപ്ലാന്റ് ചെയ്ത് ചെടി നന്നായി വളർത്താം. ഓക്കെ, ഹാവ് യു അണ്ടർസ്റ്റുഡ് ദ സ്റ്റേജസ് ഓഫ് ബഡ്ഡിംഗ്? ഗ്രോ നെഗറ്റീവ് റോസ് a negative rose plant in our biodiversity park in similar way after budding it with different types of rose plant. അപ്പോൾ എന്താ പറയണത്, റോസ് പ്ലാന്റിലെ റോസ് പ്ലാന്റ് ഇതുപോലെ ഈ മുകുളം ഒട്ടിക്കുന്ന പോലെ നമ്മൾ ചെയ്താൽ നമുക്ക് പല വിധത്തിലുള്ള റോസുകൾ ലഭിക്കും. ഓക്കെ, അതാണ് പറയുന്നത്. വി ആർ ടു ഫെമിലിയർ വിത്ത് ദ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് പ്രൊഡ്യൂസിങ് സുപ്പീരിയർ ക്വാളിറ്റി സാപ്ലിംഗ് വി ക്യാൻ പ്രൊഡ്യൂസ് ബെറ്റർ സീഡ്. നമ്മൾ എന്താണ് മികച്ച തൈകൾ ഉണ്ടാകുന്ന രീതി നോക്കി ഇനി ഇങ്ങനെ മികച്ച വിത്തുകൾ ഉണ്ടാകുന്ന രീതി നോക്കാം. ഓക്കെ, ഹൈബ്രിഡൈസേഷൻ. നെക്സ്റ്റ് പറയുന്നത് ഹൈബ്രിഡൈസേഷനാണ്. ഒബ്സർവ് ദ പിക്ചർ ഓഫ് ചില്ലി പ്ലാന്റ് ഗിവൺ ബിലോ. എന്താണ് വെറൈറ്റി 1 തന്നിട്ടുണ്ട്, വെറൈറ്റി 2 തന്നിട്ടുണ്ട്. പിന്നെ വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പ്ലാന്റ്? എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ആണുള്ളത്? എന്താണ് ലോങ് ചില്ലിയാണ്, ഹൈ ഈൽഡാണ്, സ്പൈസിയാണ്, ഗ്രോ വെൽ ഇൻ അവർ സോയിലാണ്. ഓക്കെ, ഇഫ് യു ക്യാൻ പ്രൊഡ്യൂസ് ദി ചില്ലി പ്ലാന്റ് വിച്ച് ഹാസ് ദ ക്വാളിറ്റീസ് ഓഫ് ബോത്ത് വെറൈറ്റീസ്, വാട്ട് ദ ക്വാളിറ്റീസ് വിൽ ഹാവ് ഇറ്റ്? നോട്ട് ദം യുവർ സയൻസ് ഡയറി. ഓക്കെ, how we can produce such sapling? Are the methods that you learned so far suitable for this? What kind of produced seeds that the qualities of both the plant? Okay, seeds formed through the pollination. You are familiar with the different types of pollination. Observe the illustrations of pollination in the pumpkin plant. Okay, പംകിൻ പ്ലാന്റിൽ പോളിനേഷൻ നടക്കുന്ന രീതിയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് സെൽഫ് പോളിനേഷൻ എന്ന് പറഞ്ഞാൽ? ക്രോസ് പോളിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് 6ാം ക്ലാസ്സിൽ. സെൽഫ് പോളിനേഷൻ എന്ന് പറയുകയാണെങ്കിൽ സെൽഫ് പോളിനേഷൻ ഈസ് ദ ട്രാൻസ്ഫർ ഓഫ് പോളിൻ ഗ്രെയിൻസ് ഫ്രം ദ അനദർ ടു ദ സിഗ്മ ഓഫ് ദ സെയിം ഫ്ലവർ ആൻഡ് അനദർ ഫ്ലവർ ഓഫ് ദ സെയിം പ്ലാന്റ്. ഓക്കെ, എന്താ ക്രോസ് പോളിനേഷൻ എന്ന് പറഞ്ഞാൽ? Cross pollination is the transfer of pollen grains from the anther of one flower to the stigma of another flower of the same kinds. Okay,
പിന്നെ അടുത്ത് ഇറ്റ് ഈസ് ദ സെൽഫ് പോളിനേഷൻ ക്രോസ് പോളിനേഷൻ ആർ ദ ക്വാളിറ്റീസ് ഓഫ് ബോത്ത് ദ പ്ലാന്റ് ആർ കമ്പൈൻഡ് വൈ ക്രോസ് if pollination takes place through insects we can be sure that it happened between the chili plant we have to selected if not can cross pollination to be done artificially എന്താണ് നമുക്ക് പോളിനേഷൻ എന്താണ് ആർട്ടിഫിഷ്യലായിട്ട് ചെയ്യാൻ പറ്റുമോ അതാണ് ചോദിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്ലാസ്സിൽ ടീച്ചർ ആർട്ടിഫിഷ്യൽ പോളിനേഷനെ കുറിച്ച് പറയാം. ടീച്ചറിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.